തൃശൂർ പൂരത്തിന് തുടക്കമായിരിക്കുന്നു. പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയത്. വടക്കുന്നാഥനെ വണങ്ങിയ ശേഷം തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിലമ്മ ശ്രീമൂലസ്ഥാനത്തെത്തിയതോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമായത്. ആനകളുടെ ഫിറ്റ്നസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വിഷ്ണു സുരേഷ് ഉണ്ട്. വിവരങ്ങളുമായി വിഷ്ണു, വിശദാംശങ്ങൾ. അമല, തൃശ്ശൂർ പൂരാവേശത്തിലേക്ക് മാറുകയാണ്. ഇന്ന് 12ഓടുകൂടി തെക്കേ ഗോപുര നട എറണാകുളം ശിവകുമാർ തള്ളി തുറന്ന് പുറത്തേക്ക് വന്ന് ആളുകളെ അഭിവാദ്യം ചെയ്തതോടുകൂടി ഔദ്യോഗികമായി പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവമ്പാടി വിഭാഗത്തിന്റെ അവരുടെ എഴുന്നള്ളത്തിനെത്തിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയാണ്. 39 ആനകളാണ് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ഇത്തവണ തൃശ്ശൂർ പൂരത്തിൽ അണിനിരക്കുന്നത്. അറ്റ് എ ടൈം 15 ആനകളാണ് ഉണ്ടാക്കുക. നിലവിൽ അതിന്റെ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ്. വനം വകുപ്പും അതോടൊപ്പം തന്നെ നിലവിൽ മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. വനം വകുപ്പ് പ്രധാനമായും ഇതിന്റെ ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ ഡാറ്റ ബുക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നമുക്ക് അപ്പുറത്തേക്ക് 2 വശങ്ങളിലായാണ്, ഒരു വശത്ത് ആനയും മറുവശത്ത് ആനകളെ കെട്ടിയിരിക്കുന്നു. മറുവശത്താണ് പരിശോധന. ദൃശ്യങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാം. ആദ്യം വനംവകുപ്പിന്റെ പരിശോധനയാണ് നടക്കുക. വനംവകുപ്പ് ആനകളുടെ ഇൻഷുറൻസും അതോടൊപ്പം ഡാറ്റാ ബുക്കും പരിശോധിക്കും. അതിനുശേഷം തൊട്ടപ്പുറത്ത് മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തും. പ്രധാനമായും ആനകൾ, പ്രത്യേകിച്ച് ഉഷ്ണതരംഗമടക്കം ഉള്ള ഒരു സാഹചര്യമുണ്ട് തൃശ്ശൂരിൽ. അതുകൊണ്ട് ആന പരിപാലനത്തിന് ഏറെ ശ്രദ്ധ ഇത്തവണ പുലർത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ ആനകൾ പൂർണ്ണമായും ഫിറ്റ്നസ് ഉണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ പരിശോധനയാണ് നടക്കുക. 50 വെറ്റിനറി ഡോക്ടർമാരുടെയും അതോടൊപ്പം പാരാ വെറ്റിനറി ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ 2 വിഭാഗങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ആനകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാകും. അതിന് ശേഷം ആനകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നാളെ രാവിലെ ഘടകപൂരങ്ങളെത്തും. ഏറ്റവും ആദ്യം എത്തുക കണിമംഗലം ശാസ്താവാണ്. അതിനുശേഷം മറ്റ് ഓരോരോ ആനകളായി ഓരോരോ പൂരങ്ങളായി എത്തും. അത് ആദ്യം കണിമംഗലം ശാസ്താവ് എത്തിയതിനു ശേഷം പിന്നാലെ മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള പൂരം എത്തും. പിന്നീട് മടത്തിൽ വരവുണ്ട്. അതിനുശേഷം ഇലഞ്ഞിത്തറ മേളമുണ്ട്. ഏറ്റവും ഒടുവിൽ വടക്കുന്നാഥൻ്റെ മണ്ണിൽ പാറമേക്കാവും അതോടൊപ്പം തന്നെ തിരുവമ്പാടിയും മുഖാമുഖം നിന്നുള്ള പൂരം ആഘോഷം ആണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ഏറ്റവും ദൃശ്യമനോഹരമായ പൂരത്തിന്റെ കാഴ്ച. പക്ഷേ ഇത്തവണ കുടമാറ്റമടക്കം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ എന്നുള്ളത് 15 മിനിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തിന്റെ ആചാരത്തിന്റെയും ഐതിഹ്യത്തിന്റെയും പെരുമയ്ക്കൊന്നും ഒരു കുറവും മാറിയിട്ടില്ല. അതിന്റെ ആദ്യപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നടപടികളൊക്കെ. അമൽ, ശരി. എന്തായാലും തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ എഴുന്നള്ളപ്പിനുള്ള ആനകളുടെ ഫിറ്റ്നസ് നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.